ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയുടെ ചങ്കാണ്. ഇന്ത്യക്ക് തിരിച്ചും അവരോട് അങ്ങനെ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, മതേതരത്വം കാത്തു സൂക്ഷിക്കുകയും സൗഹൃദവും രാജ്യങ്ങളുടെ അതിർത്തി രാജ്യങ്ങളുമായി നല്ല രൂപത്തിലുള്ള വാണിജ്യ, നയതന്ത്ര, സൗഹൃദ അയൽ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യാൻ പ്രതിബദ്ധത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് അധികാരമേറ്റ ഉടനെ തന്നെ നരേന്ദ്രമോദി ചെയ്തത് അയൽവാസികളുമായിട്ടുള്ള ബന്ധം പുതുക്കുക എന്നത് തന്നെയായിരുന്നു. അതാണ് അവിടെ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിച്ചു പോകാൻ ഏറ്റവും സുസ്ഥിരമായ ബന്ധമെന്നും അതാണ് ഐക്യത്തെ സൂചിപ്പിക്കുന്നതെന്നും അയൽവാസി ബന്ധങ്ങൾ നല്ല രൂപത്തിലായിരുന്നാൽ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും രാഷ്ട്രീയം അറിയുന്ന, രാഷ്ട്രത്തെക്കുറിച്ച് അറിയുന്ന, ഈ രാജ്യത്തിന്റെ ചൂടും ചൂരും അറിയുന്ന, അയൽ രാജ്യത്തിന്റെ ബന്ധങ്ങളുടെ ഊഷ്മളത അറിയുന്ന നരേന്ദ്രമോദി തീരുമാനിച്ചു. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിന് US-ലെത്തിയിരിക്കുകയാണ്. വാർഷിക ക്വാഡ് ഉച്ചകോടിക്കായി ഡെലവെയറിലെ വിൽമിംഗ്ടണിലെത്തിയ നരേന്ദ്രമോദി പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി കഴിഞ്ഞു. ഇതിനോടകം US-ൽ നിന്ന് 31 MQ-9B പ്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതിനും കൊൽക്കത്തയിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും 2 നേതാക്കളും ചർച്ച ചെയ്തു. സംയുക്തമായ സൈനിക അഭ്യാസം ഉൾപ്പെടെ 2 രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തവും ചർച്ചയായി. 16 ആകാശ നിരീക്ഷണ ഡ്രോണുകളും 15 കടൽ നിരീക്ഷണ ഡ്രോണുകളും ഉൾപ്പെടെ 31 ജനറൽ അറ്റോമിക് MQ-9B ഡ്രോണുകളാണ് ഇന്ത്യ US-ൽ നിന്നും വാങ്ങുന്നത്. കടൽ നിരീക്ഷണ ഡ്രോണുകൾ നാവികസേനയ്ക്കും ആകാശ നിരീക്ഷണ ഡ്രോണുകളിൽ 8 എണ്ണം വീതം വ്യോമസേനയ്ക്കും സായുധ സേനയ്ക്കായി നൽകും. ഇന്ത്യൻ സായുധ സേനയുടെ ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവ മികച്ചതാക്കാൻ ഈ ഡ്രോണുകൾ സഹായിക്കുമെന്ന് US വ്യക്തമാക്കി. $3.99 ബില്യൺ എസ്റ്റിമേറ്റഡ് വിലയിൽ ഡ്രോണുകൾ വിൽക്കുന്നതിന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് US അംഗീകാരം നൽകിയത്. പൂർണ്ണ നിശബ്ദതയിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് MQ-9B പ്രിഡേറ്റർ ഡ്രോണുകളുടെ ഏറ്റവും വലിയ സവിശേഷത. ടാർഗറ്റിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഭൂമിയോട് ചേർന്ന് 250 മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ ഇതിന് സാധിക്കുന്നു. ഒരു കൊമേഴ്ഷ്യൽ വിമാനത്തിന് പറക്കാനാകുന്നതിലും ഉയരത്തിൽ, ഭൂമിയിൽ നിന്ന് 50,000 മീറ്റർ ഉയരത്തിൽ വരെ ഈ ഡ്രോണിന് പറക്കാൻ സാധിക്കും. മണിക്കൂറിൽ 442 കിലോമീറ്ററാണ് ഡ്രോണിന്റെ ഏറ്റവും ഉയർന്ന വേഗത. ഏത് കാലാവസ്ഥയിലും ദൈർഘ്യമേറിയ ദൗത്യങ്ങളിൽ ഈ ഡ്രോൺ വിന്യസിക്കാനാകുമെന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത. എയർ ടു എയർ മിസൈലുകൾ കൂടാതെ എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഡ്രോണിൽ സജ്ജീകരിക്കാൻ സാധിക്കും. 4 മിസൈലുകളും 450 കിലോ ബോംബുകളും ഉൾപ്പെടെ 1700 കിലോഗ്രാം വരെ ലോഡ് വഹിക്കാൻ സാധിക്കും. ഇന്ധനം നിറയ്ക്കാതെ 2000 മൈൽ സഞ്ചരിക്കാനും കഴിയും. 35 മണിക്കൂർ വരെ ഡ്രോണിന് തുടർച്ചയായി പറക്കാൻ സാധിക്കുമെന്നും നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഇസ്രായേലിന് ഇത് താങ്ങാൻ സാധിക്കും. ഇസ്രായേലിന് മനസ്സിലാകും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇറാന് പറ്റുമോ സഹിക്കാൻ? പറ്റില്ല. ഇത് കണ്ടാൽ ലെബനൻ മിണ്ടാതിരിക്കുമോ? ഇല്ല. പലസ്തീന് തീരെ പറ്റില്ല. കാരണം ഇത്രയും രാജ്യങ്ങളുടെയും കണ്ണിലെ കരടാണ് ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലുള്ള തങ്ങളുടെ ഓഫീസ് ഇസ്രായേലി സൈന്യം റെയ്ഡ് ചെയ്യുകയും 45 ദിവസത്തേക്ക് ബ്യൂറോ അടച്ചിടാൻ ഉത്തരവിടുകയും ചെയ്തതായി അൽ ജസീറ ഖത്തർ ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു. കാരണം ഒരു ഭാഗത്ത് അമേരിക്കയും ഖത്തറും ഈജിപ്തും കൂടി ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഫ്രാൻസ്, ബ്രിട്ടൻ, ഇന്ത്യ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളാണ്. മറുഭാഗത്തിനും അതുപോലെ ഇറാൻ, ഇറാഖ്, സിറിയ, പലസ്തീൻ, ലെബനൻ, യമൻ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്.
ഇപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഇവർക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം ഇസ്രായേലിനറിയാം ഇന്ത്യക്ക് ആയുധം ആവശ്യമുണ്ട് അമേരിക്കയിൽ നിന്നുള്ള. പക്ഷേ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുവാണ് തുർക്കി, എർദോഗാനും ഇറാനും. അപ്പൊ അങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഓടുന്ന ഖത്തറിന്, ഓടുന്ന ഇറാന്, ഓടുന്ന ലെബനന് ഒരു മുഴം മുമ്പേ എറിയാൻ തീരുമാനിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് കനത്ത ആയുധധാരികളും മുഖമൂടി ധരിച്ചതുമായ ഇസ്രായേലി സൈനികർ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കുകയും അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നൈറ്റ് വർക്കിങ്ങിനെയാണ് വെസ്റ്റ് ബാങ്ക് ബ്യൂറോ ചീഫ് ഖാലിദ് അൽ ഒമരിക്ക് ഞായറാഴ്ച പുലർച്ചെ കൈമാറിയത്. എത്രയും പെട്ടെന്ന് മാറിക്കോ, വേറെ പറയാനൊന്നുമില്ല. തീരുമാനിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ അറിയിച്ചിട്ടുമില്ല. അൽ ജസീറ 45 ദിവസത്തേക്ക് അടച്ചു പൂട്ടാൻ കോടതി വിധിയുമുണ്ട്. ഇസ്രായേലി സൈനികൻ മാധ്യമപ്രവർത്തകനായ വാലിദ് അൽ ഒമരിയോടാണ് പറഞ്ഞത്. തത്സമയം സംപ്രേഷണം ചെയ്ത സംഭാഷണം ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. എല്ലാ ക്യാമറകളും എടുത്ത് ഈ നിമിഷം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഇസ്രായേൽ സൈനികൻ അറബിയിൽ പറഞ്ഞത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ആരോപിച്ച് അൽ ജസീറയെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മെയിൻ ഇസ്രായേൽ നിരോധിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് റെയ്ഡ്. അൽ ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജെറുസലേം ഹോട്ടൽ മുറിയിലും ഇസ്രായേൽ അധികൃതർ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ അൽ ജസീറ മാധ്യമ പ്രവർത്തകരുടെ ലൈസൻസ് പോലും റദ്ദാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സർക്കാർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. നിരോധനത്തെ അപലപിച്ച അൽ ജസീറ മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന അവകാശങ്ങളും ലംഘിക്കുന്ന ക്രിമിനൽ പ്രവൃത്തിയാണിത് എന്ന് വിശേഷിപ്പിച്ചു. ഗസ മുനമ്പിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സ്വതന്ത്ര മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും നെറ്റ്വർക്ക് പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിന് അൽ ജസീറയുമായി ദീർഘകാല വൈരാഗ്യമുണ്ടായിരുന്നു. ഒക്ടോബറിൽ ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് കൂടുതൽ വഷളാകുകയായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇസ്രായേൽ എന്ത് ചെയ്താലും അത് പ്രതികാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയും. ഇസ്രായേലിനെതിരെ ഇവർക്ക് എന്തും ചെയ്യാം. ഒരു ഭാഗത്ത് നിന്ന് ഇറാഖ് ഇസ്രായേലിനെ ആഞ്ഞടിക്കുന്നു, വേറൊരു ഭാഗത്ത് നിന്ന് ലെബനൻ മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നു, വേറൊരു ഭാഗത്ത് നിന്ന് സിറിയയും ആഞ്ഞടിക്കുന്നു. ഇസ്രായേൽ എന്ത് ചെയ്യണം? ഇസ്രായേൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഈ ആക്രമണങ്ങളെ എല്ലാം നേരിട്ട് തന്നെ മനസ്സിലാക്കി, കുറച്ച് മുന്നോട്ട് മനസ്സിലാക്കി അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തതുകൊണ്ട് ഒരൊറ്റയാളപായം പോലും ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് ഈ ആയുധ കൈമാറ്റം പ്രധാനമായ ഒരു നാന്ദിയായതോടുകൂടി ഇനിയും തീരെയും പലസ്തീനും ലെബനനും ഇറാനും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. നന്ദി.